ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ച് കറി റെസിപ്പിയായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ മലപ്പുറം ഭാഗത്തുള്ള കോമൺ ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. പരിപ്പും തക്കാളിയും കൂടിയുള്ള തേങ്ങ അരച്ച കറി കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മസൂർ ദാൽ എന്ന് പറയും, തുവര പരിപ്പോ അല്ലെങ്കിൽ ഓറഞ്ച് പരിപ്പോ അങ്ങനെയൊക്കെ പറയും. അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ മസൂർ ദാൽ എന്നാണ് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വേവുന്നതാണ്. ഇവിടെ നാട്ടിൽ കിട്ടുന്ന കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പം ഒരു കപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പരിപ്പ് വേവാനുള്ള വെള്ളം. അതിൻ്റെ കൂടെ 2 തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. എന്താ പറയുക, കറി ഉണ്ടാക്കാൻ ഒന്നുമില്ല എന്നൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. 2 തക്കാളി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട. പിന്നെ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പച്ചമുളകിന് പകരം മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും അതേപോലെ തന്നെ 1/4 ടീസ്പൂണും മുളക് പൊടി. ഒരുപാട് ഒന്നും ചേർക്കണ്ട കേട്ടോ മുളക് പൊടി, കാരണം ഒരു മഞ്ഞ കളറുള്ള കറിയായിരിക്കും ഇത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വെന്ത ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പം അടച്ച് വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ ചെറിയത്, ഒരു 5 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 കപ്പ് വെള്ളം, ഇതും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം പേസ്റ്റ് ആക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പരിപ്പും തക്കാളിയും കൂടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, അത് വിട്ടു പോകണ്ട. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കാവണം കേട്ടോ. പരിപ്പ് നന്നായിട്ട് കുക്കായ ശേഷം നമ്മുടെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നാട്ടിലെ പരിപ്പ് കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ അതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഭയങ്കര കട്ടിയിലും വേണ്ട, എന്നാൽ ഭയങ്കര ലൂസായിട്ടും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതങ്ങനെ ബബിൾസ് വരൂലേ, ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അത് തിളച്ച് മറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കറിയുടെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് വെള്ളം പോലെ ആവും കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം. ഇനി കടുകിട്ട് പൊട്ടിക്കാനുണ്ട്. കറിവേപ്പില എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ചേർത്തില്ല. കടുകിട്ട് പൊട്ടിച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കറി. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ ചോറും പരിപ്പ് കറിയും മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മീൻ പൊരിച്ചത് അസാധ്യ കോമ്പിനേഷനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കറിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ഇത് മലപ്പുറം ഭാഗത്തുള്ളവർക്ക് ഈ കറി കോമൺ ആകും, പക്ഷേ പുറത്ത് ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സിലൊക്കെ ഈ കറി ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ ഈ ഒരു മീൻ ഫ്രൈ ആക്കുന്നതിന് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ. താങ്ക് യു.